മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അവന്തികയാണെങ്കിൽ അനിയുടെ ആ ഒരു മാറ്റം ഇല്ലാത്തൊക്കെ കൊണ്ട് ടെൻഷൻ അടിച്ചൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെന്ന് നമ്മൾ അബിയെടുത്ത് പറയുന്നുണ്ട്, അബിയേട്ടാ ഇത് കണക്ക് അനിയേട്ടനാണെങ്കിൽ ഒരു മാറ്റവും കാര്യങ്ങളും ഇല്ലല്ലോ, ഇപ്പം നാളെ വിവാഹ നിശ്ചയമായിട്ട് പോലും എൻ്റെ അടുത്തൊരു സ്നേഹത്തിലോ ഒന്നും പെരുമാറുന്നതും ഇല്ല, എൻ്റെ അടുത്ത് മിണ്ടത്തതൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അബി ചോദിക്കുന്നുണ്ട്, അപ്പം നിനക്കാണെങ്കിൽ അവൻ്റെ അടുത്ത് യഥാർത്ഥത്തിൽ ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവന്തിക പറയുന്നുണ്ട്, ഹേ എൻ്റെ അടുത്ത് സ്നേഹമില്ലാത്ത ഒരാളെ എന്തിനാണ് ഞാൻ സ്നേഹിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും അനിയേട്ടൻ ഇങ്ങനെ മിണ്ടായിരുന്ന എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പം നമ്മൾ അബി ചോദിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ അവനുമായിട്ട് സംസാരിക്കണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അവന്തിക പറയുന്നത്, വേണ്ട അബിയേട്ട, എന്തായാലും ഞാൻ അനിയേട്ടനെ ഒന്ന് കണ്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു അനിയടുത്ത് നേരെ അവന്തിക പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനിയടുത്ത് ചോദിക്കുന്നുണ്ട്, അനിയേട്ട എന്താ ഇങ്ങനെ എൻ്റെ അടുത്ത് പെരുമാറുന്നത്, നാളെ വിവാഹ നിശ്ചയമില്ലേ, എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ അനിയേട്ടൻ ഈ അകന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ നമ്മളെ ജീവിതം ശരിയാവും എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നത്, കൊള്ളാമല്ലോ, നിനക്ക് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീയാണെങ്കിൽ അബിയേയും കാട്ടി മോശമായൊരു പെണ്ണായിരുന്നല്ലോ, നീ എനിക്ക് ഇത്രയും പെട്ടെന്ന് നീ എങ്ങനെ മാറാൻ നിനക്ക് സാധിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് എല്ലാം പറഞ്ഞ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അവന്തിക പറയുന്നത്, എന്താ അനിയേട്ടാ പറയുന്നത്, ഞാൻ മാറിയെന്ന് പറഞ്ഞാലും അനിയേട്ടൻ എന്താ വിശ്വസിക്കാത്തതെന്നൊക്കെ നമ്മൾ അനിയടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അനി പറയുന്നത്, എന്തായാലും നീ മാറിയെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് തന്നെ അന്ന് നവീൻ വക്കീലിൻ്റെ കല്യാണം മുടങ്ങിയതിന് ശേഷമാണല്ലോ നിനക്ക് എൻ്റെ അടുത്ത് എന്നെ കെട്ടണമെന്ന് പറഞ്ഞ് ഇത്ര വാശിക്ക് നിന്നതായിരുന്നു, മുമ്പേ നീ എന്നെ കെട്ടണമെന്നൊന്നും നീ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഉറപ്പാ നീ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് നീ ഇപ്പോൾ എന്നെ കെട്ടണമെന്ന് പറഞ്ഞ് ഇത്ര വാശി പിടിച്ച് നിൽക്കുന്നതെന്നൊക്കെ നമ്മൾ അനി പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിന്നെപ്പുറം ഒരു വിഷത്തിന് ഞാൻ കണ്ട അവളെ കൂടെ ഞാൻ ജീവിച്ചില്ല, അപ്പം എനിക്കറിയാം എടി ഇതിൻ്റെയൊക്കെ പ്ലാനൊക്കെ എന്താണെന്നൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനിയാണെങ്കിൽ നമ്മൾ അവന്തികയെ ഒരുമാതിരി താറ്റിയൊക്കെ വിടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവന്തികയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നാണെങ്കിൽ കളിക്കും നമ്മളെ കനകയാണെങ്കിൽ നമ്മൾ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് സമാധാനമായി, ഇനിയിപ്പോൾ നാളെ അനിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഇനിയിപ്പം എൻ്റെ നന്ദൂട്ടനിക്കാണെങ്കിൽ ഇനി എനിക്കൊരു കല്യാണമൊക്കെ ആലോചിക്കണം എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നന്ദു പറയുന്നത്, എങ്കിൽ പിന്നെ അമ്മ ഒരുപാടൊക്കെ അമ്മ ബുദ്ധിമുട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ നന്ദു ആണെങ്കിൽ അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ അനിയാണെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ ചെയ്യണം, വിവാഹ നിശ്ചയം മുടക്കാൻ എന്താ വഴിയെന്നൊക്കെ ആലോചിച്ചിട്ട് നിന്നിട്ട് നമ്മൾ നന്ദുവിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ നന്ദു ചോദിക്കുന്നുണ്ട്, ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മൾ അനി വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നന്ദു ചോദിക്കുന്നത്, നിനക്ക് എന്താ ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലേ, ഇത്രയും നേരമായിട്ട് നീ എന്താ ഉറങ്ങാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അനിയെടുത്ത്. ആ സമയത്ത് അനി ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നതല്ലേ, നിനക്ക് എങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ ടെൻഷൻ അടിച്ച് ഓരോ ദിവസം ഞാൻ ഉരുകി പോയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അനി പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരും, വിവാഹ നിശ്ചയം മുടക്കാൻ എന്തെങ്കിലും ഒരു കാര്യം നീ പറഞ്ഞു തരാനൊക്കെ പറയുന്നുണ്ട്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ഐഡിയ ഞാൻ പറഞ്ഞു തരാനാ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ട്, നാളെ വിവാഹ നിശ്ചയം വെച്ചിട്ട് ഇന്ന് ഞാൻ എന്ത് ഐഡിയ നിനക്ക് പറഞ്ഞു തരാനെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ, നീ നാളത്തെ ആ മോരം മാറ്റൽ ചടങ്ങ് അത് നടക്കട്ടെ എന്ന് വിചാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അനി പറയുന്നുണ്ട്, നിനക്ക് ഇതെങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നതെന്നൊക്കെ പറയുവാണേ. അപ്പം നന്ദു പറയുന്നുണ്ട്, നമ്മൾ ഒരുമിക്കുന്നത് ദൈവങ്ങൾക്ക് പോലും ഇഷ്ടമല്ലെന്ന് തോന്നുക, അതുകൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഓരോന്ന് ഇപ്പം മാറി വന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അനി പറയുന്നുണ്ട്, ഇല്ല എനിക്ക് ദൈവത്തിൽ നല്ല വിശ്വാസമുണ്ട്, അതാണല്ലോ എൻ്റെ ജീവിതത്തിൽ നിന്ന് അനാമിക തന്നെ ഒഴിഞ്ഞു പോയതെന്നൊക്കെ നമ്മൾ അനി പറയുന്നുണ്ട് കേട്ടോ. അനിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുന്നു, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നന്ദു പറഞ്ഞില്ല, നീ ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഇറങ്ങി വരത്തതുമില്ല, നീ എന്നെ ആണെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടി നീ ഓരോന്ന് ചെയ്ത് കൂട്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അനി പറയുന്നുണ്ട്, എനിക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാനോ എനിക്ക് മരിക്കാനൊക്കെ തോന്നുന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നന്ദു പറയുന്നത്, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ ചിന്തിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്തായാലും ഈ ഒരു കല്യാണത്തിൽ നീ മനസ്സുകൊണ്ട് പ്രിപ്പയർ ആവാനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നന്ദു ആണെങ്കിലും വിഷമം ഉണ്ടായിട്ടും ആ ഒരു സങ്കടം നമ്മൾ അനിയെ കാണിക്കുന്നതൊന്നുമില്ല. അങ്ങനെ നന്ദു പെട്ടെന്ന് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ അനിയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്ന അനിയും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡൊക്കെ അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.